ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. ഈ സദസ്സിലും ഈ സ്റ്റേജിലുമെല്ലാം എളിയവനേക്കാൾ എത്രയോ അർഹരായിരിക്കുന്ന ആലിമീങ്ങളും സാദാത്യങ്ങളും മുത്തഖീങ്ങളും ഉണ്ട് എന്നറിയാം. എങ്കിലും സയ്യിദ് അവറുകളുടെ നിർദ്ദേശത്തിന് വഴിപ്പെട്ടുകൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റുന്നതാണ്. വഖൈറു തഖിയ്യിൻ യഅ്മുറുന്നാസ ബിത്തുഖാ തബീബുൻ യുദാവിന്നാസ വഹുവ അലീലു. ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, തഖ്വയില്ലാത്തൊരു മനുഷ്യൻ ആളുകളോട് തഖ്വ കൊണ്ട് കൽപ്പിക്കുമ്പോൾ രോഗിയായിരിക്കുന്ന ഒരു വൈദ്യൻ മറ്റുള്ളതായിരിക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പോലെയാണ്. എങ്കിലും ഈ സദസ്സ് വല്ലാതെ മഹത്വമുള്ളൊരു സദസ്സാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സദസ്സ് നമുക്ക് കിട്ടൂല. കാരണം വെള്ളിയാഴ്ച രാത്രി ധാരാളം സയ്യിദന്മാര്, ആലിമീങ്ങള്, മുഅ്മിനീങ്ങള്, മുതഅല്ലിമീങ്ങള്, സ്ത്രീകള് എല്ലാം ഒരുമിച്ച് കൂടിയ സദസ്സ്. അതുപോലെ തന്നെ മലായിക്കത്തെ കൊണ്ട് വലയം ചെയ്യപ്പെട്ട സദസ്സ്. എന്തുകൊണ്ടും ദുആക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കുന്ന സദസ്സാണ്. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ സർവ്വ തെറ്റുകുറ്റങ്ങളും മാഫാക്ക് റബ്ബേ. യഥാർത്ഥ മുസ്തഗ്ഫിരീങ്ങളിലും തവാബീങ്ങളിലും പെടുത്തി തന്നെ റഹ്മാനെ. സംഭവിച്ചു പോയ സയ്യാത്തുകളെ ഹസനാത്തുകളാക്കി ഇനിയുള്ള കാലമെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന ഹൈറായ ജീവിതത്തിന് നിന്റെ മഹദ് ഫദ്ലുകൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് നൽക് റബ്ബേ. ഞങ്ങൾ എടുക്കുന്ന അമലുകളെ നീ ഖബൂലാക്ക് റബ്ബേ. അതിൽ വരുന്ന മിസ്റ്റേക്കുകളെ നീ മാഫാക്ക് റബ്ബേ. നാഫിയായ അറിവുകളെ ഏറ്റി തരണേ റഹ്മാനെ. അറിയുന്ന ഇൽമ ഉപകരിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. റബ്ബേ, ഈ സദസ്സ് നീ ഖബൂലാക്കണേ റഹ്മാനെ. ഈ ഒരുമിച്ചുകൂടിയ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ രക്ഷിതാക്കള്, ഭാര്യ മക്കള്, സ്നേഹിക്കുന്ന സഹായിക്കുന്നവരെ കൂടെ നിന്റെ സ്വർഗ്ഗലോകത്തിലും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പല സീക്കുകളെ കൊണ്ടും നൊമ്പനങ്ങളെ കൊണ്ടും കഷ്ടവിഷമ ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെയും കഷ്ടവിഷമങ്ങളെ നീ നീക്കി ഞങ്ങളെല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി റബ്ബേ, ആഫിയത്തോടും ആരോഗ്യത്തോടും കൂടി മരണം വരെ നിന്റെ ത്വാഅത്തിൽ ജീവിച്ച് ആഖിബത്ത് എന്ന ഈമാനോട് മരിച്ച് സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മഹദ് ഫദ്ലുകൊണ്ട് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്നേഹമുള്ള മുഅ്മിനീകളെ, നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ ദുനിയാവിൻ്റെ വിഷയത്തിലാണ്. വീട് കെട്ടുന്ന വിഷയം, കുട്ടികളെ കെട്ടിക്കുന്ന വിഷയം, ജോലി പ്രശ്നം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ അതൊന്നും അല്ല ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതേ ഇല്ല. കാരണം അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്ഫാണ് റഹ്മാൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ. ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണവൻ. അതുകൊണ്ട് തന്നെ ദുനിയാവിലൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മൾ പേടിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര ഫയറന്നാസ ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര. വലിയ ഒരു വിഷമം, ആരെയും പിടിച്ചു കുടിക്കുന്ന, എല്ലാരെയും വളരെയേറെ നിശ്ചലമാക്കി കളയുന്ന. യതദക്കറുൽ ഇൻസാനു മാ സഅ. മനുഷ്യൻ ചെയ്തതെല്ലാം മറന്നു പോയിട്ടുണ്ടെങ്കിലും അവിടെ വെച്ചുകൊണ്ട് ആ ഏടുകൾ കിട്ടുന്ന അവസരത്തിൽ എല്ലാം നനപ്പാകും, ഓർമ്മയാകുന്നതായിരിക്കുന്ന സമയം. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. എല്ലാവരിലേക്കും ജഹന്നം എന്നുള്ളതായിരിക്കുന്ന ആ നരകത്തിന് കാണിക്കപ്പെടുന്ന ദിവസം. ഇങ്ങനൊന്ന് നമ്മളെ മുമ്പിൽ വരാനുണ്ട്. ആ സന്ദർഭത്തിൽ രണ്ടാലൊരു വിഭാഗമാണെന്നാണ് തുടർന്ന് അല്ലാഹു തആല പറയുന്നത്. ഫഅമ്മാമൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. എന്നാൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന അവസരത്തിൽ ദുർമാർഗികളായി ജീവിച്ചു. വാസറൽ ഹയാത്തദ് ദുനിയ, ദുനിയവിയായിരിക്കുന്ന ജീവിതത്തിനെ തെരഞ്ഞെടുത്തു. ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. അത്തരം കക്ഷികൾക്ക് നരകമാണ് അഭയസ്ഥലം. അതേ സ്ഥാനത്ത് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി. ഞാൻ നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി നിൽക്കണല്ലോ, അവിടെ വെച്ച് ഞാൻ ഹിസാബിന് അനുഭവപ്പെടുന്നവരാണല്ലോ എന്നുള്ള കാര്യം ഓർത്ത് പേടിച്ച് ജീവിച്ചവർ. വനഹൻ നഫ്സ അനിൽ ഹവാ. ദേഹച്ചകളെ തൊട്ട്, തടി ആശിക്കുന്ന കാര്യങ്ങളെ തൊട്ട് തടിയെ തടഞ്ഞ് നിയന്ത്രിച്ച് ജീവിക്കുകയും ചെയ്തതായിരിക്കുന്ന ആളുകൾ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നിശ്ചയമായിട്ടും സ്വർഗം അവർക്കുള്ളതായിരിക്കുന്ന അഭയസ്ഥലമാണ്. അപ്പൊ ഈ നമ്മുടെ മുമ്പിൽ വരാനുള്ളതായിരിക്കുന്ന രണ്ടാം മൂത്തെന്നുള്ളതായിരിക്കുന്ന ത്വാമ്മത്തുൽ കുബ്ര.
അതുപോലെ തന്നെ ഏടുകൾ എല്ലാ മറന്ന കാര്യങ്ങളെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കുന്ന ആ ഏട് വിതരണം, ജഹന്നമിനെ നേരെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന കാഴ്ച, ഇത് അനുഭവിക്കേണ്ട നമ്മൾ ചെയ്യേണ്ടത് അവസാനം പറഞ്ഞതായിരിക്കുന്ന ആ സ്വർഗം അഭയകേന്ദ്രമാകുന്നവരായി തീരാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വഅബ്ദു ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിനേക്ക് ഇബാദത്ത് എടുക്കണം. ആ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ എണീക്കുന്നവരാകണം. ബാങ്ക് കൊടുക്കാൻ ഒരിക്കലും കാത്തു നിൽക്കരുത്. ബാങ്കിന്റെ മുമ്പ് എഴുന്നേറ്റ് പ്രാഥമിക ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയതിന്റെ ശേഷമാകണം നമ്മുടെ ചെവിട്ടിലേക്ക് സുബ്ഹിന്റെ ബാങ്ക് കേൾക്കുന്നത്. ആ സുബ്ഹി അവര് വക്തിൽ തന്നെ കഴിവതും ജമാഅത്തായി തന്നെ നിസ്കരിക്കുക. ആ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന കലാം പരിശുദ്ധ ഖുർആൻ നാം ഓതുന്നവരാകണം. ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്നവരാകണം, ദിക്റുകൾ ചെല്ലുന്നവരാകണം. ദുഹാ നിസ്കാരം ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. ഫർള് നിസ്കാരങ്ങൾ മംഗലത്തിന്റെ ദിവസമായിരുന്നാലും വീട്ടിലെന്ത് ആഘോഷമുള്ള ദിവസമായിരുന്നാലും ജനനമോ മരണമോ എന്തും നടക്കട്ടെ, ഏതായിരുന്നാലും ഫർള് നിസ്കാരം അവ്വല് വഖ്തിൽ തന്നെ നിസ്കരിക്കുന്നവരാകണം. ആ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഉള്ളതായിരിക്കുന്ന റവാത്തിബുകൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതുപോലെ വിത്ർ നിസ്കാരം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ എങ്കിലും ജീവിതത്തിൽ നമ്മൾ പകർത്തലോടുകൂടി തന്നെ ധാരാളം ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ നാവിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ നമ്മൾ ധാരാളം പറയണം. ഹദ്ദാദ് തുടങ്ങിയതായിരിക്കുന്ന അദ്കാറുകൾ നമ്മൾ മുടങ്ങാതെ ചെയ്യണം. എന്നിട്ട് രാത്രിയായാൽ നമ്മൾ അവിടെയും ഇവിടെയും ചുറ്റി നടക്കാതെ എത്രയും പെട്ടെന്ന് ഉറങ്ങുന്നവരാകണം. ആ ഉറങ്ങിയിട്ട് ഉറങ്ങാൻ കിടക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ നമ്മളെ നഫ്സിനൊന്ന് വിചാരണ ചെയ്യണം. ഇന്ന് സുബ്ഹി മുതൽ ഞാൻ ഉറങ്ങുന്നവരെ എന്തെല്ലാം കാട്ടിക്കൂട്ടി. അങ്ങനെ ഞാൻ വിചാരണ ചെയ്യുന്നതായിരിക്കുന്ന അവസരത്തിൽ ധാരാളം നമ്മളിൽ വന്നതായിരിക്കുന്ന ഫാൾട്ടുകൾ, മിസ്റ്റേക്കുകൾ, പോരായ്മകൾ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ അതൊക്കെ നമ്മൾ റബ്ബിനോട് പൊറുക്കലിനെ തേടി നാളത്തെ ജീവിതത്തിനെങ്കിലും അത് വന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്ത് എടുത്ത അമലുകളെല്ലാം കബൂലായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടൊരു കാര്യം നമ്മൾ ചെയ്യണം. പടച്ചവനെ, ഞാൻ ഈ ചെയ്തതായിരിക്കുന്ന അമല്, ഇന്ന് ഞാൻ ചെയ്ത അമലുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബിന്റെ മിസ്രി ലോകത്തുള്ള സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യാം. അപ്പൊ സർവ്വ മുഅ്മിനീങ്ങളുമായിട്ടുള്ളതായിരിക്കുന്ന ഒരു ആത്മീയ ബന്ധം നമുക്കുണ്ടാകും. അത് നമുക്ക് വലിയ കാവലാണ്. തെറ്റുകുറ്റങ്ങൾ നമ്മളെ തടഞ്ഞു നിർത്തുകയും നല്ല കാര്യങ്ങൾ നമ്മെ ചെയ്യാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു നിലയ്ക്ക് നിത്യേന നമ്മൾ ജീവിതം പതിവാക്കുക. തുടർന്ന് അല്ലാഹു പറഞ്ഞു, വലാ തുശ്രികൂ ബി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് ഒന്നിനെയും ശിർക്ക് വെക്കരുത്. 2 ശിർക്കുണ്ട് എന്ന് നമ്മൾക്കറിയാം. ഒന്ന് ശിർക്കുൽ അക്ബർ, അത് നമ്മൾ ആരും ചെയ്യൂല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന നമ്മൾ ഒരിക്കലും ശിർക്ക് വരൂല. ഹബീബായ റസൂൽ തുറന്നു പറഞ്ഞ കാര്യമാണ്. ആ ശിർക്ക് ഞാൻ നിങ്ങളിൽ പേടിക്കുന്നില്ല എന്ന്. പക്ഷേ ശിർക്കുൽ അസ്ഗർ ഉണ്ട്, അത് നമ്മൾ ഒരിക്കലും വന്നു പോകരുത്. എന്താണ് ഈ ശിർക്കുൽ അസ്ഗർ? നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, സദഖകളും ദിക്റുകളും മറ്റുള്ള എല്ലാ ഇബാദത്തുകളും മറ്റുള്ളതായിരിക്കുന്ന ആളുകളെ ശ്രദ്ധയിൽ വരണം. അവരെന്നെ പുകഴ്ത്തണം, അവരുടെ അടുക്കൽ എനിക്കൊരു സ്ഥാനമുണ്ടാകണം എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു മനുഷ്യരെ കാണണം എന്നുള്ള ചിന്ത അതൊരിക്കലും വരാതെ, ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാ നാസൻ ബിബിലിൻ മുസ്ലിലാ. ഏതൊരു മനുഷ്യന്റെയും ഈമാൻ പൂർത്തിയാകുന്നത് ബാക്കിയുള്ളതായിരിക്കുന്ന ജനങ്ങളെ ഒട്ടകത്തിനെ പോലെ കാണുമ്പോൾ. അതിന്റെ അർത്ഥം ഒട്ടകം കാണാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യൂല, ഒട്ടകം കാണുമല്ലോ എന്ന് കരുതി നമ്മളൊന്നും ഒഴിക്കുകയുമില്ല. ഈ രീതിയിൽ ജനങ്ങളിലേക്ക് തൊട്ടും തിരിയാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. തുറന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, ഉമ്മക്കും ഉപ്പക്കും ഗുണം ചെയ്യണം. അത് വഫാത്തായ ഉമ്മപ്പക്കാണെങ്കിലും ഹയാത്തുള്ള ഉമ്മപ്പക്കാണെങ്കിലും നമ്മൾ ഗുണം ചെയ്യാൻ മറക്കരുത്. എപ്പോഴും നമ്മളെ ദുആകളിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വലി വാലിദിയ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ചവനെ എൻ്റെ ഉമ്മക്കും ഉപ്പക്കും നീ പുറത്തു കൊടുക്കണേ. അവരെന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ എന്നെ അവർ പോറ്റിയതെങ്കിൽ അതേ രീതിയിൽ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ നമ്മൾ എപ്പോഴും ഉണ്ടാകണം. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. തുടർന്ന് അല്ലാഹു തആല പറഞ്ഞു, വബിദിൽ ഖുർബാ, സംബന്ധക്കാര്, കുടുംബങ്ങൾ, ഇളയമ്മ, മൂത്തമ്മ, എളാപ്പ, അമ്മാവന്മാര്, ഇങ്ങനെ തുടങ്ങിയുള്ളതായിരിക്കുന്ന ബന്ധുക്കളുമായി കൊണ്ടുള്ളതായിരിക്കുന്ന ബന്ധം.
വബിദിൽ ഖുർബ വൽ യതാമ, അനാഥ മക്കളോട് നമ്മൾ ഗുണം ചെയ്യേണ്ടതുണ്ട്. വൽ യതാമ, അതുപോലെ തന്നെ വൽ മസാകീൻ, സാധുക്കളായിരിക്കുന്ന അഗതികളായിരിക്കുന്ന ആളുകൾ. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, അടുത്ത സംബന്ധമുള്ളതായിരിക്കും നിറകരക്കാർ. സംബന്ധമൊന്നും ഇല്ലാത്ത അമുസ്ലിങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളതായിരിക്കുന്ന അയൽവാസികൾ, നിറകരക്കാർ, അവർക്ക് നമ്മൾ ഗുണം ചെയ്യണം. വസ്വാഹിബി ബിൽ ജംബ്, നമ്മുടെ ഭാഗത്ത് നമ്മോട് സഹവസിക്കുന്നവര്, അതിൽ പലരും പെടും. ഒന്നാമതായി നമ്മുടെ ഭാര്യ, നമ്മുടെ സാഹിബുൽ ജംബാണ്, അവർക്ക് നമ്മൾ ഗുണം ചെയ്യണം. അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഗുണം ചെയ്യണം. അതുപോലെ നമ്മുടെ അയൽവാസികൾ, കൂടെ യാത്ര ചെയ്യുന്നവര്, കൂടെ പഠിക്കുന്നവര്, കൂടെ ജോലി ചെയ്യുന്നവര്, ഇതൊക്കെ സ്വാഹിബു ബിൽ ജംബിൽ പെടും. അവർക്കൊക്കെ നമ്മൾ ഗുണം ചെയ്യണം. വസ്വാഹിബി ബിൽ ജംബ് വബിരിസ് സബീൽ, വഴിയാത്രക്കാരും മുസാഫിരിങ്ങൾക്ക് ഗുണം ചെയ്യണം. വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളെ അയ്മാൻ, നിങ്ങളെ കൈകൾ ഉടമയാക്കിയതായിരിക്കുന്ന നിങ്ങളെ മൃഗങ്ങൾ, നിങ്ങൾ പോറ്റുന്നതായിരിക്കുന്ന ജീവികൾ, എന്തിനേറെ നമ്മളെ വീട്ടിന്റെ പരിസരത്ത് വളരുന്നതായിരിക്കുന്ന ചെടികൾക്ക് വരെ നമ്മൾ ഗുണം ചെയ്യണം. എന്നിട്ട് അല്ലാഹു തആല അവസാനം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഫ്ലിഹു മൻ കാന മുഖ്താലൻ ഫഖൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കരിക്കുന്ന, ദുരഭിമാനം പറഞ്ഞ് നടക്കുന്ന കക്ഷികളെ ഒരിക്കലും അല്ലാഹു വിജയിപ്പിക്കൂല. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന കക്ഷികൾ നമ്മൾ പെട്ടുപോകാതെ ഈ രീതിയിലുള്ളതായിരിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ പ്രതിജ്ഞ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ എല്ലാവരും വരപ്പെട്ടതായിരിക്കുന്ന സമയമാണ്. മഗ്‌രിബ് മുതൽക്ക് ഇരുന്ന് തളർന്നതായിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ തഹജ്ജുദുകളും മറ്റ് ഔറാദുകളും മുടങ്ങിപ്പോകരുതല്ലോ എന്നുള്ളതായിരിക്കും നിർബന്ധമുള്ള കാരണം കൊണ്ട് ഈ എളിയ സാധുവിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്നും ഇൻഷാ അല്ലാഹ് എൻ്റെ കൈവന്റെ പരമാവധി നിങ്ങൾക്കെല്ലാം ഞാൻ ദുആ ചെയ്യുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്.